തെറ്റാണ്, കാഫിറാകുന്ന പാപമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ നിസ്കാരം ഉപേക്ഷിച്ചതിന് നീ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. പരമാവധി സുജൂദുകൾ സുന്നത്തുകളായി നീ വർദ്ധിപ്പിക്കുക എന്നാണ്. അതല്ലാതെ വേറെ പരിഹാരമില്ല. മയക്കുവെള്ള നിസ്കാരത്തിന് വരുമ്പോൾ തന്നെ വിശ്വാസം തട്ടമൊന്നും മറിച്ചിട്ടിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്നതിൻ്റെ സൂചനയാണ്. ആ മാറ്റം പ്രകൃതിയിൽ വരേണ്ടതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരമൊരു മാറ്റം ഉണ്ടാവാൻ ആ സന്ദർഭങ്ങൾ കാരണമാകേണ്ടതുണ്ട് എന്നതിൻ്റെ ഓർമ്മ. സക്കാത്ത് നൽകപ്പെടാതിരിക്കുമ്പോൾ മഴ തടയപ്പെടുമെന്ന് പറയുന്നു. അതേപോലെ പാപങ്ങളുടെ വർധനവ് നമുക്ക് മഴയെന്ന മഹാനുഗ്രഹം. ഡോക്ടർ ഞാൻ അത് പറയാൻ പറ്റും. ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ റിപ്പോർട്ട് ഇറങ്ങി പുറത്തെത്തിയാണ്ട് പോയി കഴിഞ്ഞു 3 മരിച്ചോലിട്ട് ഇവിടെ. അപ്പോൾ ആൻജിയോഗ്രാം നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറയാം അറ്റാക്കുകൾ ചോദിച്ചു നോക്കി ഇതുപോലെ ഡോക്ടർ ഞാൻ അറ്റാക്ക് വരിച്ചു അത് പറയാൻ പറ്റില്ല, ഇപ്പം വരൂല, ഇവിടെ തന്നെ ഇറങ്ങി എന്താവെന്ന് പറയാൻ പറ്റില്ല. അത്ര ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ മുട്ട് മാറ്റുന്ന ആളാണ്. അപ്പോൾ ഒരു രോഗിനോട് ചോദിച്ചു ഈ മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു. ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, 10-25 കൊല്ലമൊക്കെ നിൽക്കും, അമേരിക്കൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ആലോചിച്ചാണ് ആ മനുഷ്യൻ ചോദിച്ച്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള അയാൾ സ്ട്രോക്ക് വന്ന് മരിച്ച്. ഈ മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചു. ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, 10-25 കൊല്ലമൊക്കെ നിൽക്കും, അമേരിക്കൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ആലോചിച്ചാണ് ആ മനുഷ്യൻ ചോദിച്ച്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള അയാൾ സ്ട്രോക്ക് വന്ന് മരിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഗ്യാരണ്ടി ചോദിച്ചോളൂ ഈ കഥ പറഞ്ഞു കൊടുക്കല. കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിന്, അത് കഴിഞ്ഞു. ഈ ബത്ത വാങ്ങിയ ദിവസം ഞാൻ ഇതുപോലെ ജ്യൂസ് അടിച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കലാന്ന് പറഞ്ഞാൽ എല്ലാവരും വേഗം വേഗം കുടിച്ച് തീർക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ ബാക്കിയപ്പോൾ. പുറത്തുകൊണ്ടിരിക്കാൻ യുവത്വത്തിൽ കിട്ടുന്ന ഒരു ദിവസത്തെക്കാളും 65-70 ഇനിയിപ്പോ നമ്മുടെ ആയുസ് ഇനിയാണ് കൂടുതൽ ആയുസ് കിട്ടിയ ലാഭം. നിങ്ങൾ കേൾക്കുകയാണ്. അതുവരെ നിങ്ങൾക്ക് പോയത് കൊണ്ട് ആ പ്രതിഫലം അവന് നൽകും. അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് അയാൾക്ക് നീച്ച് നടക്കാൻ പറ്റില്ല. അയാൾ അവിടെ കിടന്ന് അനുഭവിക്കുന്ന രോഗത്തിന്റെ ഓരോ സന്ദർഭത്തിലും എന്താ അറിയോ, കറുത്ത വളനെ അരിയൊരു ചേരടി കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു കറുത്ത വള കടന്നോട്ടെ, ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താ അറിയും? കറുത്ത കുപ്പായം. എന്താ കറുത്ത കുപ്പായത്തിന്റെ പ്രത്യേകത? ഓർക്കാനോ അവൻ കിട്ടാൻ ചിക്കൻ ഫ്രൈ ആണ്, ബ്രോസ്റ്റഡ് പോലെ ആക്കിയാൽ നമുക്ക് കുബൂസ് വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അയിലക്കറി മക്കൾ കൂട്ടൂലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.